ഖാത്തവയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമ്മൾ വയനാട്ടിൽ നിന്നും മസിനഗുഡി വഴി ഊട്ടിയിൽ എത്തി. SBIയുടെ ഹോളിഡേ ഹോമിൽ സാധനങ്ങൾ എല്ലാം വെച്ചതിനു ശേഷം നമ്മൾ ഊട്ടിയുടെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ തമിഴ്നാട് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ ആണ് പോകുന്നത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം, വരൂ. 1848 ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തെ കോയമ്പത്തൂരിന് സമീപമുള്ള ഊട്ടി ഉദഗമണ്ഡലത്തിലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇത്. പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ ഉദ്യാനങ്ങൾ ഏകദേശം 55 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ദൊഡ്ഡബെട്ട കൊടുമുടിയുടെ താഴ്വാരത്ത് ആണ് ഇതുള്ളത്. ഈ പൂന്തോട്ടത്തിന് ഒരു ടെറസ് വിന്യാസമുണ്ട്. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ വകുപ്പാണ് ഇത് പരിപാലിക്കുന്നത്. ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 2250-2500 മീറ്റർ ഉയരത്തിൽ കുന്നിന്റെ ചരിവുകളിൽ നിന്ന് ഇത് പടർന്നു കയറുന്നു. ഈ തോട്ടം മിതശീതോഷ്ണ കാലാവസ്ഥയാണ് ആസ്വദിക്കുന്നത്. ഇവിടെ ശരാശരി 140 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നു. ഇതിൽ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്താണ് ലഭിക്കുന്നത്. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള തണുത്തുറഞ്ഞ രാത്രികൾ ആണ് ഇവിടെ ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഉദ്യാനത്തിന്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉദഗമണ്ഡലം 1848 സ്ഥാപിതമായി. ഇതിന്റെ വാസ്തുശില്പി വില്യം ഗ്രഹാം മക്കവർ ആയിരുന്നു. 1840കളുടെ അവസാനത്തിൽ ട്വീഡേയിലെ മാർക്വിസ് പ്രാരംഭ രൂപരേഖ തയ്യാറാക്കി. മിതമായ നിരക്കിൽ പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനായി യൂറോപ്യൻ നിവാസികൾക്കിടയിൽ പ്രതിമാസം 3 രൂപ സബ്സ്ക്രിപ്ഷൻ നൽകിയാണ് തോട്ടങ്ങൾ സ്ഥാപിച്ചത്. ഉദഗമണ്ഡലം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന കാലത്ത് യൂറോപ്യൻ കുടിയേറ്റക്കാരും മറ്റുള്ളവരും ചേർന്ന് വിപണിയിലേക്കുള്ള പച്ചക്കറികളുടെ ഗണ്യമായ തോതിൽ കൃഷി നടത്തി. രണ്ടാം യൂറോപ്യൻ റെജിമെന്റിന്റെ ക്യാപ്റ്റൻ മോളിനെക്സ് പച്ചക്കറി കൃഷി നിയന്ത്രിച്ചു. വരിക്കാർക്ക് സൗജന്യമായി പച്ചക്കറികൾ ലഭിച്ചു. എന്നാൽ ഈ ക്രമീകരണം ഫലവത്തായില്ല. 1847 തുടക്കത്തിൽ ഒരു ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും ഒരു പൊതു ഉദ്യാനവും രൂപീകരിക്കുന്നതിനായി സംഭാവനകളും സബ്സ്ക്രിപ്ഷനുകളും മുഖേന ഒരു ഫണ്ട് സ്വരൂപിച്ചു. അക്കാലത്ത് ഹോർട്ടിക്കൾച്ചറിസ്റ്റുകൾ വളരെ കുറവായിരുന്നു. വിത്തുകളും തൈകളും പ്രാദേശികമായി ലഭ്യമല്ലെങ്കിലും സമീപത്തെ കാടുകളിൽ ലഭ്യമായിരുന്നു. ഒരു പൊതു ഉദ്യാനം സ്ഥാപിക്കാൻ നിർദ്ദേശം വരികയും ഈ ആവശ്യത്തിനായി ലുഷിംഗ്ടൺ ഹാളിനും ഇപ്പോഴത്തെ ഹെബ്രോൺ സ്കൂൾ ജനറൽ സെവെല്ലിന്റെ പ്രോപ്പർട്ടിക്കും ഇന്നത്തെ രാജ്ഭവൻ ഇടയിൽ സ്ഥലം തിരഞ്ഞെടുത്തു. സൊസൈറ്റി രൂപീകരിച്ചതിന് തൊട്ടുപിന്നാലെ ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു തോട്ടക്കാരനും അദ്ദേഹത്തിന്റെ ശമ്പളം നിറവേറ്റുന്നതിനുള്ള ഫണ്ടും നൽകുന്നതിന് കമ്മിറ്റി സംസ്ഥാന സഹായം അഭ്യർത്ഥിച്ചു. ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു. ക്യൂവിലെ റോയൽ ബൊട്ടാണിക് ഗാർഡനിൽ നിന്നുള്ള ശ്രീ W.G. മക്കവോറിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദഗമണ്ഡലത്തിലേക്ക് അയച്ചു. 1848 മാർച്ചിൽ അദ്ദേഹം എത്തി. ഈ സ്ഥലത്തിൽ വനമായിരുന്ന മുകൾ ഭാഗം ചതുപ്പുനിലമായിരുന്ന താഴത്തെ ഭാഗം ഇവ രണ്ടും സംയോജിപ്പിച്ച് മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റി. 1848 അവസാനത്തോടെ ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ പൂന്തോട്ടത്തിന്റെ രൂപരേഖ പൂർത്തിയാക്കാൻ അദ്ദേഹം 10 വർഷമെടുത്തു. ഈ ഉദ്യാനത്തിൽ എത്ര ശേഖരങ്ങൾ ഉണ്ടെന്ന് നോക്കാം. സസ്യങ്ങൾ, കുറ്റിച്ചെടികൾ, ഫെൻസ്, മരങ്ങൾ, ഔഷധസസ്യങ്ങൾ, ബോൺസായ് ചെടികൾ എന്നിങ്ങനെ വിദേശീയവും തദ്ദേശീയവുമായ 1000ഓളം ഇനം ഈ ഉദ്യാനങ്ങളിൽ ഉണ്ട്. പൂന്തോട്ടത്തിന്റെ മധ്യഭാഗത്ത് 20 ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു ഫോസിലൈസ്ഡ് മരത്തിന്റെ കൊമ്പ് കിടക്കുന്നു. പൂക്കളുള്ള നിരവധി പുൽത്തകിടികൾ, താമരപ്പൂക്കൾ ഉള്ള കുളങ്ങൾ, ഇറ്റാലിയൻ ശൈലിയിലുള്ള പൂക്കളുടെ കിടക്കകളും ഫർണുകളും, നിരവധി പൂച്ചെടികൾ, പലതരം ഔഷധസസ്യങ്ങൾ എന്നിവ ഈ പൂന്തോട്ടത്തിൽ നമുക്ക് യഥേഷ്ടം കാണാം. ഈ ഉദ്യാനത്തിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ടെന്ന് നോക്കാം. നിലവിലെ ബൊട്ടാണിക്കൽ ഗാർഡനുകളെ 6 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ലോവർ ഗാർഡൻ, ന്യൂ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, കൺസർവേറ്ററി, ഫൗണ്ടൻ ടെറസ്, നഴ്സറികൾ എന്നിങ്ങനെയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ബൊട്ടാണിക്കൽ ഭൂപടം താഴത്തെ പൂന്തോട്ടത്തിൽ പ്രവേശന കവാടവും മനോഹരമായ പുൽത്തകികളും ഉൾപ്പെടുന്നു. പൂന്തോട്ടത്തിന്റെ പ്രവേശന കവാടം കിഗിയു പുല്ലിന്റെ വിശാലമായ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടിയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇത് അതിന്റെ ഉറവുള്ള വീര്യത്തിന് പേരുകേട്ടതാണ്. 127 ഇനം ഫർണുകളുള്ള ഒരു ഫെർൺ ഹൗസ് പുൽത്തകിടികളുടെയും ചരിത്ര പ്രസിദ്ധമായ ഗേറ്റ് ഹൗസുകളുടെയും മറ്റൊരു ഇടത്തിന് നടുവിൽ രാജ്ഭവനിലേക്കുള്ള റോഡിൽ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്നു. ഈ വിഭാഗത്തിലെ പ്രധാന ആകർഷണങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭൂപടത്തിന്റെ പരവതാനിബെറ്റ് രൂപകൽപ്പനയും തിരഞ്ഞെടുത്ത സസ്യങ്ങളും ഒരു പീഠത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന 20 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ തുമ്പിക്കയുമാണ്. ഹൈമനോസ്പോറം ഫ്ലാവം, കോഡിലൈൻ ഓസ്ട്രാലിസ്, സെട്രസ് ഡിയോഡർ, കുപ്രസ് ഫ്യൂബ്രിസ്, അരൗക്കറിയ ബിഡ്വില്ലി, കുപ്രസ് മാക്രോഗാർബ്,
ക്രിപ്റ്റോമേരിയ ജപ്പോണിക്ക, യൂക്കാലിപ്റ്റസ് മക്കുലേറ്റ്, യൂക്കാലിപ്റ്റസ് സിട്രിയോലിഫ്കാർ, സാലിക്സ് സിട്രിയോഡഫോർക്ക, സലിക്സ്റ്റെറോലോന. സാലിക്സ്റ്റെറോലോന, ബേബിഡോർ, ലെനിഗിനോസ്, പൈനസ് പാട്ടുല, റോഡോഡെൻഡ്രോൺ അർബോറിയം, ക്വെർക്കസ് മൊണ്ടാന, ക്വെർക്കസ് സെറിസ്, ക്വെർക്കസ് സെറാറ്റ്, ക്വെർക്കസ് ഗ്രിഫിത്തി, ക്വെർക്കസ് അലെക്സ്, മഗ്നോളിയ ഗ്രാൻഡിഫ്ലോറ എന്നിവ പുൽത്തകിടിയിൽ നിന്നാൽ നമുക്ക് കാണാം. പുതിയ പൂന്തോട്ടം അടുത്തിടെ വികസിപ്പിച്ചെടുത്തതാണ്. മുൻവശത്തെ പൂന്തോട്ടത്തിനും ബാൻഡ് സ്റ്റാൻഡിലെ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള കുളത്തിനും ഇടയിലുള്ള പ്രദേശം ഉൾക്കൊള്ളുന്നതാണ്. ഈ വിഭാഗത്തിൽ താഴെ പറയുന്നവയും ഉൾപ്പെടുന്നു: 300 ഇനം ഹൈബ്രിഡ് ടീ റോസാപ്പൂക്കൾ, ഫ്ലോറിബുണ്ട, പോളിയാന്തസ് റോസ് ഇനങ്ങൾ എന്നിവയുള്ള ഒരു റോസ് ഗാർഡൻ. ഈ പ്രദേശത്തിന്റെ ചെരിവുകളും കോർണറുകളും തമ്മിൽ പൊരുത്തപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ധാരാളം പൂക്കളങ്ങൾ. തമിഴ്നാട് സർക്കാരിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും പരവതാനി ബെഡ് ചിഹ്നങ്ങൾ. ജലസസ്യങ്ങളുള്ള പ്രകൃതി ദത്തക്കുളങ്ങൾ. ടാക്സോഡിയം മ്യൂക്രോനാറ്റം, പിയറിസ് ഒവാലിഫോളിയ, ജുനിപെറസ് വിർജീനിയാന, യൂക്കാലിപ്റ്റസ് യൂജനിയോയിഡ്സ്, പൈനസ് വാലിച്ചിയാന, ഫോർട്ടിനിയ ലിൻഡ്ലെയാന, പൈനസ് കാനറിയൻസിലുകൾ, ജിങ്കോ ബിലോബ്, അരൗക്കറിയ കന്നിങ്ഹാമിയൻ എന്നീ വിഭാഗങ്ങളിലെ പ്രധാന വൃക്ഷങ്ങളാണ്. ഇനി നമുക്ക് ഇറ്റാലിയൻ പൂന്തോട്ടം എന്താണെന്ന് കാണാം. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഇറ്റാലിയൻ തടവുകാരാണ് ഈ പൂന്തോട്ടം ആദ്യമായി സ്ഥാപിച്ചത്. അവരെ ഊട്ടിയിലേക്ക് മാറ്റുകയും ഉദകമണ്ഡലം മിലിറ്ററി സ്റ്റേഷന്റെ നിയന്ത്രണത്തിലാക്കി. ആസ്റ്റേഴ്സ്, അഗരാറ്റം, ബാൽസം, ബിഗോണിയ, പെറ്റൂണിയ, പാൻസി, ഫ്ലോക്സ്, കോസ്മോസ്, സിന്നിയ, വറ്റാത്ത പുഷ്പങ്ങളായ സാൽവിയ, ഡെൽഫിനിയം, ലാർക്സ്പൂർ, ഡാലിയ എന്നിവയാണ് ഈ പൂന്തോട്ടത്തിലെ പ്രധാന ആകർഷണം. പ്രവേശന കവാടത്തിൽ നിന്നുള്ള പൂന്തോട്ടത്തിന്റെ മനോഹരമായ ഭൂപ്രകൃതി, മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഷ്ടഭുജാകൃതിയിലുള്ള ബാൻഡ് സ്റ്റാൻഡിന് ചുറ്റും ഇറ്റാലിയൻ പാറ്റേണിൽ സ്ഥാപിച്ചിരിക്കുന്ന മനോഹരമായ ഫാഷൻ പുൽക്കിടക്കകളിലേക്ക് വന്നു ലയിക്കുന്നു. പൂന്തോട്ടത്തിന്റെ ഈ ഭാഗം നിരവധി ഇനം വർണ്ണാഭമായ തോരണങ്ങളാൽ ആകർഷകമാണ്. മുൻവശത്ത് അർദ്ധചന്ദ്രാകൃതിയിലുള്ള താമരപ്പൂവിന്റെ പലതരം ജലസസ്യങ്ങൾ വളർത്തുന്നതിനുള്ള ഒരു കുളമുണ്ട്. ബ്രൂണസ് സെറാസോയിഡ്സ്, സൗരൗജ നെപ്പോളൻസിസ്, ഗ്രവില്ല ഹില്ലിയാന, എസ്കുലസ് പുണ്ടുവാന, പൈനസ് സബിനിയാന, കുപ്രസ് സ്റ്റോറുലോസ്, സിൻകാർപ്പിയ ഗ്ലോമുലിഫേർ, പൈനസ് റോക്സ്ബർഗി, ആൽബിസിയ ജൂലിബ്രിസിൻ തുടങ്ങിയവയാണ് ഉദ്യാനത്തിന്റെ ഈ ഭാഗത്ത് വളരുന്നത്. വിവിധ പൂച്ചെടികളെ തരംതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1912 പബ്ലിക് കൺസർവേറ്ററി നിർമ്മിച്ചത്. സിനേരിയ ഷിസാന്തസ്, കാൽസിയോലേരിയ, ബാൽസം, സൈക്ലമെൻ, ഗ്ലോക്സിനിയ, ട്യൂബറസ് ബിഗോണിയ, കോളിയസ്, ജെറേനിയം, ക്രിസന്തമം, പ്രിമുലസ്, ടൈഡിയ, അക്കിമെനസ് തുടങ്ങിയ വർണ്ണാഭമായ തോരണങ്ങളും ഉണങ്ങാത്തവയും ഈ കൺസർവേറ്ററിയിൽ ഇടം കണ്ടെത്തുന്നു. ഈ കൺസർവേറ്ററിയുടെ കിഴക്ക് ഭാഗത്താണ് ചതുപ്പുനിലം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ വീപ്പിംഗ് വില്ലോ, ഹെഡിജിയം, ആറം, ഹൈഡ്രാഞ്ച തുടങ്ങിയ ചതുപ്പുനിലത്ത് വളരുന്ന സസ്യങ്ങൾക്ക് നല്ലൊരു സ്ഥലം നൽകുന്നതിനുള്ള ഒരു അനുബന്ധമായ ഇടമായി ഇവിടം മാറി. താഴത്തെ പുൽത്തകിടിയിൽ നിന്ന് ഏകദേശം 300 അടി ഉയരത്തിലുള്ള നഴ്സറികളിൽ 8 ഗ്ലാസ് ഹൗസുകളും വിദേശ സസ്യങ്ങളുടെ പരിചയപ്പെടുത്തലിനും പ്രജനനത്തിനുമായി നിരവധി ടെറസുകളും അടങ്ങിയിരിക്കുന്നു. കൺസർവേറ്ററികളിൽ ആനുകാലികമായി തരംതിരിക്കുന്നതിനായി ചട്ടിയിലെ ചെടികൾ തുടർച്ചയായി വിതരണം ചെയ്യുന്നതിനായി ബിഗോണിയ, ഫേൻ, കള്ളിച്ചെടി, സക്കുലൻസ്, ഓർക്കിഡുകൾ, ബൾബസ് ചെടികൾ എന്നിവ വളർത്തുന്നതിന് ഗ്ലാസ് ഹൗസുകൾ ഉപയോഗിക്കുന്നു. മുറിച്ച പൂക്കൾ, വിത്തുകൾ, പരീക്ഷണ ആവശ്യങ്ങൾക്കായി ചെടികൾ വളർത്തുന്നതിന് ടെറസുകൾ ഉപയോഗിക്കുന്നു. 1896 നീലഗിരി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ചെയർമാനായിരുന്ന അന്നത്തെ നീലഗിരി കളക്ടറായിരുന്ന ശ്രീ J.H. ട്രെമെൻഹെറാണ് ആദ്യത്തെ പുഷ്പമേള സംഘടിപ്പിച്ചത്. നീലഗിരി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയിൽ നിന്ന് 1980 സർക്കാർ നീലഗിരി ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഷോ കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പുഷ്പമേള ഏറ്റെടുത്തു. ലോകമെമ്പാടുമുള്ള ഏകദേശം 1,50,000 വിനോദസഞ്ചാരികളെ ഓരോ വർഷവും ഫ്ലവർ ഷോ കാണാനായി ഇവിടെ എത്തുന്നു. 2 മുതൽ 5 ദിവസം വരെയാണ് പുഷ്പമേള. ആദ്യ ദിവസം ഷോയുടെ ഉദ്ഘാടനവും രണ്ടാം ദിവസം പുഷ്പമേളയോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്യും. 250ഓളം പ്രദർശകർ വിവിധ വിഭാഗങ്ങളിലായി പുഷ്പമേള നടക്കുന്ന ദിവസം പങ്കെടുക്കുന്നു. നിരവധി സർക്കാർ വകുപ്പുകളും സന്നദ്ധ ഏജൻസികളും പുഷ്പപ്രേമികളുടെയും വിനോദസഞ്ചാരികളുടെയും പ്രയോജനങ്ങൾക്കായി അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നു. കൂടാതെ കുരങ്ങന്മാർക്ക് ഒരിക്കലും കയറാൻ പറ്റാത്ത മരവും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ മരം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ വീഡിയോ മുഴുവൻ കണ്ട നിങ്ങൾക്ക് ഖാത്തവേ കുടുംബത്തിന്റെ അകമഴിഞ്ഞ നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയി രേഖപ്പെടുത്തുകയും
വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുകയും ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുമല്ലോ. അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.